വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വെക്കേഷനിലൊന്നും ഉണ്ടാകാൻ പറ്റിയില്ല. അപ്പോൾ ഈ വെക്കേഷനിൽ നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ്. ബോട്ടിൽ ഫ്ലിപ്പിലൂടെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് ഇത് എഴുതിയിട്ടുണ്ട്. പണിയുണ്ട്, കുറച്ച് നല്ലതുണ്ട്. അത് നമ്മൾ പേപ്പറിൽ എഴുതി വെച്ചാണ് മടക്കിയിട്ട് അതിൽ എടുക്കണം. ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ബോട്ടിൽ ഫ്ലിപ്പായിട്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ പണിയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തയാണെങ്കിൽ ഇവനാണ് ഇപ്പോൾ ആ പണി കിട്ടി അവന് പറ്റൂല എന്നെങ്കിൽ ഞാൻ പറയുന്നത് ഓൻ കേൾക്കണം. അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ നേരെ ഇതാകണമെന്നില്ല. അപ്പോൾ നേരെ വീട്ടിൽ പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ ഞാൻ തന്നെയാണ് തുടങ്ങുന്നത്. എപ്പോഴും ഞാൻ തന്നെയാണ് തുടങ്ങുന്നത്. എടുത്തോ. അപ്പൊ ഗായ്സ് ഇന്ന ചാൻസ് ഞാൻ ഒന്നും പറയില്ല, ഞാൻ നേരെ ഇടുകയാണ്. രണ്ടാമത്തെ ചാൻസ്. പിന്നെ വെറുതെ ട്രൈ ഒക്കെ ചെയ്തപ്പോ നല്ല വന്നിരുന്നു. ഇപ്പൊ വരുന്നു. അപ്പൊ നമ്മള് പണി കിട്ടാൻ തന്നെ നല്ല പ്രാർത്ഥിച്ചോളി. ഇതാണ് നമ്മളെ ബോക്സ്. ഫുള്ളും നമ്മൾ പണികളും കുറച്ച് ജയങ്ങളും അത് കുറച്ചുള്ളൂ കേട്ടോ. നല്ലതായിട്ട് അത് കണ്ണടച്ചെടുക്കണം കേട്ടോ. ഇതാകട്ടെ. അടുത്ത് ഒന്ന് അവിടെ ഒന്നെടുത്തുണ്ട്. ഇത് കണ്ടോ, പിക്ക് എ ലീഫ് ഇൻ 10 seconds ആൻഡ് ഈറ്റ് ഇറ്റ്. അപ്പോൾ നമുക്ക് ടൈമർ എടുത്തിട്ട് വരാം. ഞാൻ ടൈമർ ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇത് എടുത്തിട്ട് വരണം. ഈ 10 സെക്കൻഡിനുള്ളിൽ എടുത്തിട്ട് വരും. കഴുകിയിട്ട് എടുത്ത് വന്നിട്ട് കഴിക്കണം. ഓക്കെ, ആണ് ചലഞ്ച്. ഞാനിതാ ടൈമർ ഇതാ വെക്കാൻ പോവാണ്. ഒന്ന് ഇതാ വെക്കാൻ കണ്ടോ, എല്ലാവരും വെക്കാം. അപ്പോൾ നമുക്ക് കാണാം. റെഡി, സ്റ്റഡി, ഗോ. ആ 10 സെക്കൻഡ് കഴിഞ്ഞ് ഇപ്പോഴാ വരുന്നേ. 11 വരുമ്പോ. അപ്പോൾ 10 സെക്കൻഡിൽ എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറയണ ഈ എന്തായാലും കേൾക്കണം. ശരി, ഒരു 100 ഏത്തട്ടോ. 100 ഏത്തട്ടോ. ഏത്ത എങ്ങനെ അറിയില്ലേ? നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവര് പറഞ്ഞില്ല. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ വെക്കണം. അയ്യോ, 10 മതി തൽക്കാലത്തേക്ക്. 10. 1 2 വീഡിയോ കഴിഞ്ഞതിന് ശേഷം ബാക്കി 5 6 7 അത് മാത്രം കാര്യമില്ല. കാലും കുടിക്കണം ഇങ്ങനെ. 9 10. അപ്പൊ നമ്മളെ ചെക്ക് എന്തായാലും ചെയ്തിട്ടുണ്ട് പറഞ്ഞ വഴി. നമുക്ക് ഇനി നിന്റെ ടൈമിലേക്ക് പോവാം. അതാ നമ്മളെ ടൈമാണ്. നമ്മളെ പണിപ്പെട്ടി നമ്മൾ കുലുക്കിയിട്ട് എടുക്കാൻ പോവാണ്. എവിടെ ഒന്നെടുത്ത് ക്ലീൻ ദ ചപ്പൽ. അപ്പൊ ആരെ ചപ്പലപ്പ ചെയ്യേണ്ടത്? എന്നാ എന്റെ ചപ്പൽ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്ത. എന്തായാലും ചലഞ്ചല്ലേ, നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ചലഞ്ച് പറഞ്ഞതാണ്. പക്ഷെ നമ്മള് തുടയ്ക്കാൻ പോവാണ്. തുടച്ചാലും പോവില്ല. ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ചെരുപ്പ് നല്ല ക്ലീനാക്കി തുടച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടാം. പിന്നെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ചപ്പല് പറഞ്ഞ ഒന്നേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ചപ്പൽസ് എന്ന് പറഞ്ഞില്ലല്ലോ, ചപ്പലല്ലേ. അപ്പോൾ എന്താണ് അറിയില്ല. പണിക്ക് ഇന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കണ്ണന് അടുത്ത പണി ഇട്ടാൻ പോവാണ്. ഏക്കിക്ക് എന്ത് പണിയാണ്? 3 punch to വാഴ. അത് സിമ്പിളാ. വാഴേനെ 3 പഞ്ച് കുത്താന്നല്ലുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നമ്മളപ്പോൾ ഒരു പുതിയ ചങ്കും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കുത്താം. അമ്മേ, വാഴ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഗൈസ്.
നല്ല പവറുള്ള വാഴ. അപ്പൊ നമുക്ക് എന്തായാലും ഡിക്കേൻ്റെ ഡിക്ക ഒന്നും വീഴ്ത്തണില്ല കേട്ടോ ഗായ്സ്. ഡിക്ക അവിടെ വെറുതെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇടാൻ പോവാണ് അതിന്റെ അടുത്ത പണി. അവ നമ്മളെ കുലുക്കിട്ട് കൊടുക്കാൻ പോവാ. കണ്ണടച്ചോ. എന്നാ പിടിച്ചോ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഞാൻ ജയിച്ച്. അപ്പൊ നമ്മളെ ഇത് തീരുന്നത് വരെ കളിക്കണം. വിൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനാണ് ജയിച്ചത്. അങ്ങനെയല്ല, ഇത് കളഞ്ഞാള് നീ നോക്കും എന്തിനാവശ്യം. അപ്പൊ നമ്മളെ ചാൻസ് ആണ്. അപ്പൊ ഡി കേക്ക് തന്നെയാണല്ലോ. ഇപ്പൊ കിട്ടുന്നില്ല പറഞ്ഞപ്പോ കിട്ടുന്നു തോനെ. എടുത്തോ. എന്താണ് ഫ്ലോർ. അപ്പൊ നമുക്ക് എന്തായാലും ഫ്ലോർ സെറ്റ് ആക്കിട്ട് വരും. പൗഡർ എടുക്കാൻ പോയതാണ്. ഫ്ലോറാണെന്ന് പറഞ്ഞിട്ട് മൈദപ്പൊടി എടുക്കാൻ പോയപ്പോൾ അവിടെ നമ്മളെ പായിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖത്തിടുന്ന പൗഡർ തന്നെ എടുക്കാം. നല്ല വേണം മുഖത്ത്. അല്ലാതെ വരില്ല. ഒരറിയാക്കി കൈ പ്രാവശ്യം ഈ പണിന്ന് കിട്ടി. സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാരും നിന്റെ തിരുമോന്ത കാണട്ടെ. എന്റെ അടുത്ത പണി എനിക്ക് ആ പണി പോയി. എന്റെ അടുത്ത പണി ഇതാരൊന്നും കിട്ടണില്ലേ ഗൈസ്. എന്റെ അടുത്ത പണി ഈ ഡിക്കാണെങ്കിൽ ഫുള്ള് വെളവത്തരം കളിക്കാൻ കേട്ടോ. അവന് കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇടയിലൊക്കെ എന്താ കിട്ടാൻ പോണെന്ന് അറിയില്ല. എടുക്കാൻ പോവാ. എടുത്തോളൂ. 3 rounds around the house. ഓടണം. അത് 3 റൗണ്ടാ. നമുക്ക് ഓടാൻ പോവാ. അപ്പൊ ഗൈസ് നമ്മള് ഫസ്റ്റത്തെ റൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ബൈക്കിന്റെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ബൈക്ക് എത്തുമ്പോ ഇങ്ങനെ ഓരോ ചെക്ക് പോയിന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് 3 റൗണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഓടാം. നമ്മളെ സുബീനെ കണ്ടിട്ട് അപ്പോൾ ആരൊക്കെയോ അവിടുന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മള് ഒരു ചെക്ക് പോയിന്റ് ആയി. റൗണ്ടായി. അയ്യോ സുബീനെ പിന്നുണ്ട്. അയ്യോ ആരേക്ക് കൂടെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ റൗണ്ട് സക്സസ് ആയി. തേർഡ് റൗണ്ട്. സക്സസ്ഫുള്ളി നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. നമ്മളെ എത്തിയിട്ടുണ്ട് ഗൈസ്. 3 റൗണ്ട് നിർത്താതെ ഓടിയപ്പോ നല്ല എങ്ങനെയുണ്ട്? അയ്യോ നീയൊക്കെ ഓടണം. അപ്പൊ നമുക്ക് അടുത്ത ഡിക്കേണ്ടത് എല്ലാം കൂടെ നല്ല കരച്ച്. ഇവരാണെങ്കിൽ ഇടുന്നില്ല. അവന് ഒന്ന് കിട്ടിയിട്ടുണ്ട്. പണിയാണോ കണിയാണോ? ഇതിലാകെ കുറച്ചുള്ളൂ. ഉള്ളൊക്കെ പണി ചെയ്ത് കിട്ടി. മുഖം കഴുകിയ എടുത്തോ. കണ്ണു പറഞ്ഞില്ലേ സാരില്ല. ഇങ്ങനെ എടുത്തു. ക്ലീൻ ദ ചപ്പൽ 2 ഉണ്ട്. അയ്യോ ഒന്ന് കളയാൻ മറന്നുപോയി ഗൈസ്. അപ്പൊ ഒന്നും കൂടി എടുക്കാൻ കൊടുക്കാം. ഓക്കെ എടുത്തോ. ഒന്ന്
അങ്ങനല്ലേ? പണിയാവോ? ആ 5 പുഷപ്പ് ഞങ്ങളെ കൊണ്ട് അതൊക്കെ നടക്കുള്ളൂ. ഇനി നല്ലതുള്ളൂ. ഇത് കളി 5 പുഷപ്പ്. 5 പുഷപ്പ് കളഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് സോനി പുഷപ്പ് എടുക്കാൻ റെഡി ആയിക്കാണ്. ഫസ്റ്റത്തെ പുഷപ്പ് 1 പോരട്ടെ 2 അവിടെ കിടക്കാൻ പാടില്ല, മുട്ടത്തരുത്. 4 കൈയ്യൊന്ന് മടക്കട്ടെ. ഓ ഒരെണ്ണം കൂടി എക്സ്ട്രാ, ഒന്നും കൂടി ഇന്റെ രസത്തിന്. ഓക്കെ കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം. ഡിക്ക് അറിയാതെ തന്നെ ഡിക്കന്റെ മുഖത്തൊക്കെ ഉണ്ടായത് അത് ഞാൻ കണ്ടുപിടിച്ച് കൊടുത്താണ്. ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ നമ്മളെ ചാൻസ് പറഞ്ഞു ഇതില് പണി ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അറിയാം വിന്നൊക്കെ അടുത്തുണ്ടല്ലോ. ചെവി പഠിച്ചു പോയി. ഇങ്ങോട്ടൊന്നും ആക്കല്ലേ. അറിയാം കിട്ടുന്നില്ല, അവർക്കും കിട്ടുന്നില്ല. ഇതെന്താ പിച്ചു പോയോ നിന്റെ? എന്ത് ഗായ്സ് നോക്ക്. കിട്ടില്ലല്ലോ. ഓക്കെ അപ്പൊ അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എല്ലാരും നമുക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എവിടാ 1 തപ്പണ്ടോ? 1 എടുത്തിട്ടോ. നല്ലത് ഒരു കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊന്ന്. അവിടെ ഇവനും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ തന്നെ ഫ്ലോറിക്ക് ചില്ലിയും. അപ്പൊ ചില്ലി കഴിക്കണെങ്കിൽ അപ്പൊ ഇവൻ ചില്ലി കഴിക്കുമ്പോ ഞാനും കൂടെ കഴിക്കാ കൂടെ. ചില്ലി കഴിച്ചോ? ഞാൻ കഴിക്കില്ല. നിന്റെ കൂടെ ഞാനും കഴിക്കാം. കമ്പനിക്ക് തരാൻ നിൽക്കുന്നുണ്ട്. അവൻ പറയുന്നു അവനും ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്ക് അവനോട് കൊടുക്കാം. അവനവിടെ ചില്ലി എടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് അവന് എന്തെങ്കിലും പണി കൊടുക്കണ്ടേ? എന്താന്ന് പ്ലാൻ ചെയ്യാനെന്ന് അറിയില്ല. ഒപ്പം വരും തോന്നുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പണി ഉണ്ടോന്ന് ഇത് നോക്കിയിട്ട് അവന് കൊടുക്കാം. ചീറ്റിംഗ് അല്ല, അവനാണ് എന്നും ജയിക്കുന്നത്. ഞാൻ ചെയ്യാൻ ചേച്ചി ഗൈസ്. എപ്പോഴും പണി എനിക്കാണ് ഗൈസ്. ചില്ലി എന്ത് പറയാനായി. എന്തേലും പണി ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇതല്ല നമുക്ക് അവനോട് പറഞ്ഞത് കേട്ടോ, ആരും പറയില്ല. എല്ലാവരും ഉണ്ടാക്കിപ്പോയി പ്ലീസ്. അപ്പം നമ്മൾ വീഡിയോ വരട്ടെ ഗായ്സ്. അപ്പം മുളക് കൊണ്ടുവന്നുണ്ട്, അവനും കഴിക്കാണ്ട്. നമുക്ക് ഞാൻ കഴിക്കാം ഗായ്സ്. നമ്മൾ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. പൊരിങ്ങല ഓന് നോട്ടം കണ്ടിട്ട് എനിക്ക് പേടിയാ വന്നപ്പോ. ഇനി ഞാൻ കഴിക്കണം. ഞാൻ നല്ല മുളക് കഴിക്കാൻ പോവാണ്. കഴിച്ചോ. ഞാൻ വരട്ടെ. അപ്പൊ കഴിക്കട്ടെ. എന്താ ചീഞ്ഞോയോ? അതാണല്ലേ. കുറച്ചും കൂടി ഡാർക്കാ വേണ്ടേ? എൻ്റെ കറക്റ്റ് വച്ച കുറച്ചും കൂടി ഡാർക്കാ. പടച്ചോനെ എന്ത്
അങ്ങനെയൊന്നും തീരുന്നില്ലല്ലേ? അപ്പൊ അടുത്ത ഡിക്കേന്റെ ചാൻസ് ആണ്. ഡിക്കാൻ വല്ല ഇങ്ങനെ ചെയ്യട്ടെ. ഇതാക്കാം. നല്ലത് മാത്രമേ അപ്പൊ ഇപ്പൊ ഇത് കുറച്ച് വെറൈറ്റി ഒക്കെ കണ്ണറിഞ്ഞോ? ഒന്നിലൊന്നാണ്. ആ കണ്ട അത് തന്നെ ഒന്നെടുത്തോ? അന്നെടുത്തു. എടുത്തോ? രണ്ടെണ്ണല്ലേ അത്? രണ്ടെണ്ണല്ലേ ഉള്ളൂ? രണ്ടെണ്ണം ഉള്ളു. അതൊന്നെടുക്ക്. പണിയൊക്കെ എനിക്കാണ്. അപ്പൊ ചെയ്യാൻ പറ്റില്ല. നമ്മള് ചെയ്യാൻ പറഞ്ഞ് നമ്മള് തമ്മിലുള്ള സീക്രട്ട് അല്ലേ, അതാണ്. അപ്പൊ ഇത് ചെയ്യാൻ ഈ പറ്റില്ല. അവസാനത്തെ ഇന്ത്യാണ്. എന്താണ് ഇന്നത് എന്താന്ന് നോക്കാം. അവന്റെ മറ്റേ മുളകിന്റെ ജ്യൂസ് നല്ലതാ. അടിക്കാൻ നടന്നൂട്. അപ്പൊ തുടങ്ങല്ലേ? സ്ട്രോങ്ങിൽ അടിക്കരുത് കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞു. 1 2 3 4 5 6 7 8 9 10 11 12 അത്രക്ക് മതി. 12 അടിച്ചിയാ? അങ്ങനെ എനിക്ക് 2 തന്നോ? ഞാനും തരട്ടെ. ഞാൻ പക്ഷെ ഇവിടെ നല്ല വടേ തിരികാണ്. തന്നെയാ. അത് സ്ട്രോങ് ഒന്നുമില്ല, അത് ഓവറാക്കണ്ടേ. അപ്പൊ എന്റെ ചാൻസ് ചെയ്യാൻ പോവല്ലേ? അവന്റെ ജ്യൂസാണ് ഗൈസ്, കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. അവനോട് പറയുന്നത് ഗൈസ്. അപ്പൊ അവൻ ജ്യൂസ് വാങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഈ സമയം മുതലെടുക്കാം. ഞാന് ഇവന്റെ ഈ ഫേവറേറ്റ് ആണ് ഈ ജ്യൂസ് പറഞ്ഞു കഴിഞ്ഞാല്. 7up പോലെ തന്നെയാണ് ഇതൊക്കെ. ലെമണിന്റെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ അതിലെ മുളകിൻ്റെ അംശം ചേർത്ത് അതിൻ്റെ കുരുവൊക്കെ ആക്കിയിട്ട് സെറ്റാക്കാൻ പോവാണ്. അവനെന്തായാലും ഒരു പണിയെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ എനിക്കുള്ള പണിയൊക്കെ കിട്ടണം. എപ്പോഴും കഴിഞ്ഞ ചലഞ്ചിലും ഈ ചലഞ്ചിലൊക്കെ എനിക്ക് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ ഓനെന്തെങ്കിലും പണിക്കണം. ഒരു മുളക് ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു നമുക്ക് നല്ല പൊട്ടിച്ചിട്ട് കണ്ട് ഇട്ട് കൊടുക്കണം. അവന് ഓടണം ഇരിങ്ങിട്ട്. ഇരിങ്ങി ഓടണം. എനിക്ക് നല്ല പണിയിട്ട് അവൻ തന്നതാണ്. ഒക്കെ തിരിച്ചു കൊടുക്കണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവന് ഇത് പോണത് കാണാനായിട്ട്. അവൻ വരുന്നുണ്ടോയെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. നമ്മളെ പ്ലാൻ ആക്കാം നമുക്ക്. ഒക്കെ സെറ്റല്ലേ? നമ്മളെ പൂവൊക്കെയാണ് ഗൈസ് ഇത്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഈ വന്നോ? ഈ ചെരുപ്പൊക്കെ ഊരി അവിടെ വെച്ചിട്ട് വാ. ഈ അവസരം നമുക്ക് മുതലെടുക്കാം. നാളെ ഈ ജ്യൂസ് അവൻ കൊണ്ടുവന്നാണ്. അവൻ നമുക്ക് മാറ്റി വെക്കാം ഗൈസ്. ഇത് എന്തായാലും അവനൊരു നല്ല പണിയായിരിക്കും. നല്ല പണിയാ. അവൻ വന്നിട്ടുണ്ട് ഗൈസ്. അവന് കൊടുക്കാം. അടിപൊളി ജ്യൂസാണ്. ഉള്ളക്കിട്ട ജ്യൂസാണ് കഴിക്കണത്. കഴിക്കണുണ്ടോ? കുടിക്കണുണ്ടോ? എന്താണത്? ഒരേത് മനുഷ്യനാണോ? മുളക് ഞാൻ മറ്റേ കസ്കസാന്ന് വിചാരിച്ച്. അവന് നല്ല എരിയുണ്ട്. നാക്ക് പോയി പഠിച്ചോ. അയ്യോ. അപ്പൊ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ മതി. പറയണേ. ഔട്ട്രോ പറഞ്ഞോ. നിന്റെ നാവ് എന്നാ സൗണ്ട്. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.